അസ്സലാമു അലൈക്കും. നമ്മൾ കുറേ ആയില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മളൊരു ഊട്ടിയിലേക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാൻഡ് ട്രിപ്പല്ല, ഒരു ഒറ്റ മൈൻഡിൽ വന്ന ട്രിപ്പായിരുന്നു. എൻ്റെ ഫാമിലിയിൽ നിന്നായിരുന്നു. ഉമ്മയും ആങ്ങളെയും ചെറിയ നിത്യയും ഞാനും ഹസ്ബൻഡും മക്കളും ആണ് ഉണ്ടായിരുന്നത്. വലിയ നിത്യയും ഹസ്ബൻഡും അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായതുള്ളൂ കേട്ടോ. കല്യാണ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഓരോ തിരക്കും കാര്യങ്ങളും. പിന്നെ നമ്മുടെ മെൻറ്റാലിറ്റിയും ഒക്കെ അല്ലാത്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നാടുകാണി ചുരത്തിൽ പള്ളിയിൽ ഇറങ്ങിയപ്പോൾ സുബൈ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ വീണ്ടും ജേണി നിസ്കാരമൊക്കെ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. വൈക്കടവെന്ന് ചായ കുടിക്കണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ അത്യാവശ്യം നേരത്തെ ഇറങ്ങിയതുകൊണ്ട് വൈക്കടവെന്ന് നമ്മൾ ചായ കുടിച്ചില്ല. അത് നല്ല അബദ്ധമായിപ്പോയി, വാങ്ങി വെച്ചത് പോലുമില്ല. ഫുഡിന് വേണ്ടി നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളും എല്ലാവരും വിശന്നു. നമ്മുടെ കയ്യിൽ ബേക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നമ്മൾ ചായ തപ്പി ഒരുപാട് അലഞ്ഞു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഊട്ടിയിൽ ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് കുറേ ഹോട്ടൽസൊന്നും തുറന്നിട്ടില്ല. ഇനി തുറന്ന ഹോട്ടൽസിലാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ പാർക്കിംഗ് സൗകര്യമൊക്കെ. അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് തണുത്തപ്പോൾ ഞാൻ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊരു 16 ഡിഗ്രി സെൽഷ്യസ്, നാട്ടിലല്ല എ സിയിൽ ഉള്ള 16 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കേട്ടോ തണുപ്പ്. അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ആയിരുന്നു, കുഴപ്പമില്ല. എന്നാലും അത് ആസ്വദിക്കാൻ പറ്റുന്നവർ വേറെ ഉണ്ട് കേട്ടോ. ശൈത്യകാലത്ത് ഊട്ടിയിൽ വരുന്ന പോലെയല്ല, എന്നാലും നമ്മുടെ നാട്ടിലെ ചൂടില്ല കേട്ടോ, തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ പൈൻ ഫോറസ്റ്റിൽ ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്ത് പിന്നെ നമ്മൾ ഒരുപാട് ഹോട്ടൽ കൂടല്ലൂർ അവിടെയൊക്കെ തപ്പി നമുക്ക് കിട്ടാനിപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ബേക്കറികളൊക്കെ പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി. ചായ ഇല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ വെള്ളം കുടിച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. മുന്നിൽ അതാണ് കേട്ടോ എൻ്റെ അനിയന് ഇക്കാൻ ഡ്രൈവ് ചെയ്യുന്നത്. ഫുഡിന് വേണ്ടി അത്യാവശ്യം നന്നായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ഊട്ടി ട്രിപ്പിൽ വെറും പ്ലാൻഡൊന്നും അല്ലാത്തത് കൊണ്ട് ഒന്നും നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ബേക്കറിയും കാര്യങ്ങളും മാത്രമായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അന്ന് ഊട്ടി പോയ ആ ഒരു സമയത്ത് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഒരു സമയം 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മളിങ്ങനെ ചില ബ്യൂട്ടിഫുൾ പ്ലേസിൽ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ എന്നാലും നല്ല കോടയൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ പന്നി വല്ലപ്പോഴല്ലേ കാണാം, ഇവിടെ ബസ് സ്റ്റാൻഡിലൊക്കെ ഫുൾ പന്നിയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ നടക്കാണ് കടകളിലൊക്കെ കയറിയിട്ട്. ഇവിടുത്തെ പന്നിയുടെ സ്റ്റാൻഡാണോ എന്ന് ചോദിച്ചു കേട്ടോ ഞാൻ. അങ്ങനെ പിന്നെ മൊട്ടക്കുന്ന് എത്തി. അപ്പം മൊട്ടക്കുന്ന് കയറിയിട്ട് നമ്മൾ മൊട്ടക്കുന്ന് കയറാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവർക്കും ഒന്ന് വാഷ്റൂമിലൊക്കെ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാർ പാർക്ക് ചെയ്തെടുത്തുനിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു, ഫോട്ടോസ് എടുത്തു. നല്ല വെയിലാണ് കേട്ടോ. ബാക്കിൽ സൂര്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചു തരാം. നല്ല വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റായിരുന്നു. അനിയൻ ജാക്കറ്റൊക്കെ ഇട്ടു തണുത്തിട്ട്. എനിക്ക് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെയിൽ നല്ലോണം ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് വാഷിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് മൊട്ടക്കുന്നൊക്കെ കയറി നമ്മൾ പിന്നെ പോയത് പൈൻ ഫോറസ്റ്റിലേക്കായിരുന്നു കേട്ടോ. അവിടെ ആയിരുന്നു പോയതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയത് കേട്ടോ. പൈൻ ഫോറസ്റ്റിൻ്റെ ബ്യൂട്ടി മാത്രമല്ല, ആ ഒരു ഡാമിൻ്റെ ബ്യൂട്ടി ഭയങ്കരമായിരുന്നു കേട്ടോ. നല്ലൊരു വ്യൂ ആയിരുന്നു. അവിടുന്ന് ഇതേപോലെ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു. മൊത്തമായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം ഊട്ടി കാണാത്തവരായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ പോയൊരു കഥ നിങ്ങളെയും കൂടെ അറിയിക്കുക എന്നുള്ള ലെവലിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോക്കൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ദോശ, മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെയ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ വട. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തെ ചോറിന് വേണ്ടിയുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഇത്. ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ഹോട്ടലും ഇല്ല. ഉള്ള ഹോട്ടലിൽ കയറിയപ്പോഴുള്ള അവസ്ഥ വെയിറ്റിംഗ്. അതായത് നമ്മളിങ്ങനെ ബൊഫേ ഫുഡിനൊക്കെ ഉള്ള പോലെ മറ്റുള്ള ആൾക്കാർ എണീക്കുന്നതിന് അവരെ പുറകിൽ ഇങ്ങനെ പോയി നിന്നിട്ട് അവരെണീക്കുമ്പോഴത്തേക്ക് ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു കേട്ടോ. അല്ലാതെ നമുക്ക് ഫുഡ് കിട്ടില്ല. അങ്ങനെ ഏതായാലും അവസാനം കുറേ നേരത്തെ വെയിറ്റിങ്ങിനൊടുവിൽ നമ്മൾ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തു, നമ്മളിരുന്നു. ഉച്ചത്തെ ഭക്ഷണം മന്തിയായിരുന്നു കേട്ടോ. കാര്യമായിട്ട് ഊട്ടി പോയ ദിവസത്തെ ഒരു ഭക്ഷണം, നല്ല ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫുഡാണ്. നല്ല ഭക്ഷണം എന്നല്ല, നമ്മുടെ വായിക്ക് പറ്റിയൊരു ഭക്ഷണം എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇത് സെക്കൻഡ് ഡേയിലാണ് കേട്ടോ. സെക്കൻഡ് ഡേയിൽ നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ടുണ്ടായിരുന്നു. ബോട്ടാണിക്കൽ ഗാർഡനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ 100 രൂപയാണ് കേട്ടോ എൻട്രി ഫീസ്. ആളുകൾക്ക്, കുട്ടികളായാലും വലിയവരായാലും ഒക്കെ 100 രൂപയാണ്.
നമ്മൾ 700 രൂപ എങ്ങാണ്ട് കൊടുത്തിട്ടാണ് ഇത് കയറിയത്. പക്ഷേ 700 രൂപയ്ക്ക് വേർത്തല്ല കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പാർക്കുകൾ, തേക്ക് മ്യൂസിയം, അങ്ങനത്തെ ഒരു ഇടങ്ങളിലൊക്കെ ഒരു പോയ ഫീല്. പിന്നെ കുറച്ചുകൂടെ അധികം ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നല്ല അടിപൊളി ഫ്ലവറുകളുണ്ട്. നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് കാണാൻ പറ്റും. എന്നാലും 100 രൂപയ്ക്ക് വേർത്തല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഊട്ടിയിൽ വരുന്നവർ ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഗാർഡനൊക്കെ നടക്കുന്നതിനേക്കാളും നല്ലത് നല്ല അടിപൊളി റൂട്ടൊക്കെ കണ്ടുപിടിച്ച് വൈബായി നടക്കുന്നതായിരിക്കും കേട്ടോ. ഞങ്ങളേതായാലും കയറി. അപ്പോൾ കയറിയ സ്ഥിതിക്ക് കണ്ടു. ഹാവ് എന്ന് പറയാൻ മാത്രം ബോട്ടണിക്കൽ ഗാർഡനിലില്ല കേട്ടോ. നമ്മൾ പിന്നെ പൂവ് കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നിങ്ങൾക്കും ബോട്ടണിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ 100 രൂപയ്ക്ക് വന്നിട്ട് കാണാനൊന്നുമില്ല. പിന്നെ കുറച്ച് വിശ്രമിക്കാൻ അങ്ങനെ നടക്കാനൊക്കെ പറ്റിയ ആളുകൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള പൂക്കളൊരു ഏരിയ തന്നെ നല്ല ഭംഗിയുണ്ട് ഈ കാണാനായിട്ട്. വിശാലമായിട്ടുള്ള ഏരിയകൾ. അങ്ങനെ പിന്നെ നമ്മൾ ഇത് അതിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക ഗ്ലാസ് എന്തൊരു പേരുണ്ടായിരുന്നു കേട്ടോ, ഗ്ലാസ് എന്തൊരു പേര്. കുറച്ചൊക്കെ ചുറ്റും നടന്നു. നമ്മളവിടെ കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ച് നടന്നു. കാണുമ്പോൾ അവിടെയും വെയിലാണ്. ഇതൊക്കെ നമ്മൾ ഊട്ടിയിൽ പോയ സെക്കൻഡ് വീഡിയോസൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് സെക്കൻഡ് ആണ്. എന്തായാലും നമ്മൾ ഊട്ടി ഇങ്ങനെ ആസ്വദിച്ചു 2 ദിവസം നിന്നിട്ട് ഊട്ടി നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. ടീ ഫാക്ടറി പോയിട്ടുണ്ടായിരുന്നു. ടീ ഫാക്ടറി പോയിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ ഊട്ടിയുടെ ആ ഒരു തന്മയാർന്ന വൈബ്. അങ്ങനെ നമ്മൾ സെക്കൻഡ് നൈറ്റും നമ്മൾ റൂമിലൊക്കെ ആയിട്ട് ഫസ്റ്റ് ഡേ നൈറ്റ് ഞാൻ വീഡിയോ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നൈറ്റ് നമ്മൾ വെറുതെ ചുമ്മാ ടി വി ഒക്കെ ഒന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ, ജസ്റ്റ് ഷൂട്ട്. അങ്ങനെ പിന്നെ നമ്മൾ അന്ന് രാത്രിയിൽ റിസോർട്ട് വഴി രാത്രിയിൽ ഞാൻ പുറത്തിറങ്ങിയപ്പോഴൊക്കെ എനിക്ക് തണുത്തുകൊണ്ട് ഞാൻ എന്താ പറയണേ കേട്ടോ, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു. ഞാനും എൻ്റെ അനിയത്തിയും ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉമ്മ പിന്നെ പർദ്ദ ആയതുകൊണ്ട് ഉമ്മക്ക് എന്തായാലും തണുപ്പുണ്ടാവില്ലല്ലോ. അവർക്ക് രണ്ടാൾക്കും ഓവർ തണുപ്പായിട്ട് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നെപ്പോലെ തണുപ്പ് സഹിക്കാൻ പറ്റാത്തവർക്ക് ഇപ്പോഴും ഊട്ടിയിൽ പോകാമെന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്ട്രീറ്റ് ഫുഡൊക്കെ തേടി അലഞ്ഞ് കുറേ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ കയറിയതായിരുന്നു കേട്ടോ. ഇവിടുത്തെ അവസ്ഥ അതിഗുരുതരമായിരുന്നു. പൊറോട്ടയും ചിക്കൻ കടായി എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ആക്കിയ ഫുഡ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായില്ല. എന്തായാലും വിശപ്പുള്ളതുകൊണ്ട് കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ പുലർച്ചെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റെയിൽവേക്ക് ടിക്കറ്റ് കിട്ടുമോ നോക്കാൻ വേണ്ടി പോയി. അവിടെ മൂഞ്ചിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1-2 ഹവേഴ്സ് വരി നിന്ന് നമ്മൾ വരി ഏറ്റവും അവിടുത്തെ ടിക്കറ്റ് തീർന്നു എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് മൂഞ്ചി നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇവിടുത്തെ ട്രെയിൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ക്യാരറ്റിൻ്റെ ഒരു കൊല വാങ്ങിച്ചു കേട്ടോ. സർവ്വസാധാരണ ഊട്ടിയിൽ വരുന്നവർ വാങ്ങിക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചു. നല്ല മധുര സ്വീറ്റ് ക്യാരറ്റായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അതൊക്കെ നമ്മൾ അപ്പം തന്നെ കഴിച്ചു തീർത്തു കേട്ടോ. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല മധുരം ഉണ്ടായിരുന്നു. എല്ലാവരും ഓരോന്ന് എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും ഉണ്ടാവാറുണ്ട് അത്ര സ്വീറ്റ് ക്യാരറ്റൊക്കെ, പക്ഷെ അത്യാവശ്യം നല്ല സ്വീറ്റി ആയിരുന്നു. ഇതാണ് എൻ്റെ കൊച്ചനിയെത്തി കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ യാത്ര തിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ നമ്മൾ തലൈക്കുണ്ട കാണാൻ വേണ്ടി പോയി. പക്ഷെ നമുക്ക് റൂട്ട് അറിയാത്തത് കൊണ്ട് തലൈക്കുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. പക്ഷെ ആ ഒരു ബ്യൂട്ടി സ്പോട്ടിൽ നമുക്ക് എത്താൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നാട്ടിലെത്തിയാരാണ് തലൈക്കുണ്ടനെ കുറിച്ച് അറിയുന്നതും നമ്മൾ ആ പോയിരുന്ന റോഡായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ. ഇനി പിന്നെ ഒരു ദിവസം ഊട്ടി പോകുമ്പോൾ തലൈക്കുണ്ട കാണാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് പൈക്കര വാട്ടർഫോൾസ് ആയിരുന്നു. അവിടെ ഞങ്ങൾ പോയ അന്ന് ഭയങ്കര തീപിടുത്തമൊക്കെ ഉണ്ടായിട്ട് കാട്ടുതീ പടർന്നിട്ട് ലോക്കായിരുന്നു. അതുകൊണ്ട് അവിടെയും കാണാൻ പറ്റില്ല. പിന്നെ പോരുന്ന വഴിയിൽ ഇങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ പ്ലേസിലൊക്കെ നിർത്തിയിട്ട് ചായയും കുടിച്ചു, കുറച്ച് അതും ഇതൊക്കെ വാങ്ങി കഴിച്ചു. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പോലൊരു ഫീലുണ്ട്. എന്നാലും ഊട്ടിയിലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പൈൻ ഫോറസ്റ്റിൽ കുറച്ച് സമയം കയറി ഊഞ്ഞാലൊക്കെ ആടി. ഞാനും എൻ്റെ ബ്രദറുമാണ് കേട്ടോ. ഇത്
കുറച്ച് ഊഞ്ഞാലൊക്കെ കുറച്ച് സമയം കുട്ടികൾക്ക് പ്ലേ ടൈം കൊടുത്തു കേട്ടോ. അവിടെ കുറച്ച് അതും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാനുള്ള. പിന്നെ മോൻ്റെ ഒരു പാട്ട് പരിപാടിയാണ് കേട്ടോ ഇത്. മോനോടൊരു വീഡിയോ എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ അന്നേരം വന്നപ്പോൾ ഉള്ള അവസ്ഥയാണിത്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മളെ നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ സെക്കൻഡ് ഡേ നൈറ്റ് ആയിരുന്നു. അപ്പം നമ്മൾ നൈറ്റിലെ ഫുഡും കൂടെ കഴിച്ചിട്ടായിരുന്നു നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ. ബൈ.